നിങ്ങൾ ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ പിന്നെയും 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 ആശുപത്രിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്ന് ഒരാഴ്ച ജസ്റ്റ് ഇൻഫെക്ഷൻ വന്നു, അത് കഴിഞ്ഞിട്ട് തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ പിന്നെയും ഇൻഫെക്ഷൻ പിടിച്ചു, പിന്നെയും ആന്റിബയോട്ടിക്സ് ഒക്കെ കോഴ്സ് ചെയ്യേണ്ടി വന്നു. അത് റിയലി ബിറ്റ്വീൻ 2 years ഓഫ് ഏജ് കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക 3 years 4 years 5 years ആയിട്ടും. അങ്ങനെ അതേപോലെ തന്നെ സിനാരിയോ തന്നെയാണ്. ഒരു 1 വീക്ക് ഓക്കെ ആയിരിക്കും, സെക്കൻഡ് വീക്ക് പിന്നെയും ഇല്ലാവും. ഇതിന് ഒരു കാരണമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ്, അലർജീസ് കാരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമുക്ക് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് പ്രോൺ ടു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, സെക്കൻഡറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതൽ. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഇപ്പം വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ എന്റെ ഒക്കെ കുറവ് കാരണം റീകറൻറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. കൂടുതൽ ഫുഡ് കഴിക്കുന്ന ചൂസി ഈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചോറ് മാത്രം കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കറിയൊന്നും കഴിക്കാതെ ഓൺലി റൈസ് അല്ലെങ്കിൽ ഓൺലി വീറ്റ് റോട്ടി മാത്രം കഴിക്കുന്ന കുട്ടികൾക്ക് ഈ റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ്. ഈ രണ്ട് പാർട്ട് നമ്മൾ പറയുവാണെങ്കിൽ ന്യൂട്രീഷണൽ ലാക്കും വിത്ത് അലർജി രണ്ടും കൂടെ സപ്പോർട്ടീവ്ലി ഈ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യും റിക്കറൻറ്റ് ഇൻഫെക്ഷൻ.